not just be here, not just witness all the magic that has been unraveling all these days, not just to listen to you, but then to celebrate in this moment as we invite and are joined by someone who is the guardian of the most ancient and the most spiritually revered lineages of India. As the newly appointed Mahamandaleshwar of the Juna Akhada, the most ancient and profoundly transformative upholders of the Sanatana Dharma of the 13 Akhadas, we bow to the presence and wisdom of Swami Anandavanam Bharati. He was someone who was, as a student, politician, walking a different path in life, and then on a chance visit to the Kumbh Mela, he was struck with a transformative experience and chose to walk the monastic path to transform the lives by bestowing the wisdom of Sanatana Dharma to millions who are and who will be. We bow to your presence once again, Swamiji. Thank you for being here. Samarambham Shankaracharya Madhyamam Asmadacharya Paryandam Vande Guru Parampara. എല്ലാവർക്കും നമോ നാരായണപൂർവകമായ നമസ്കാരം. മലയാളത്തിലാണ് സംസാരിക്കാൻ കൂടുതൽ കംഫർട്ടായിട്ടുള്ളത്. അത്രയും സ്ട്രോങ് അല്ല, ഇംഗ്ലീഷും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഭാരതത്തിലെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ഡയറ്റി ഫോം അല്ലെങ്കിൽ എനർജി ഫോമാണ് 64 യോഗീനീസിൻ്റെ. 64 യോഗീനീസിൻ്റെ കൺസെപ്റ്റ് വരുന്നത് വേദകാലഘട്ടത്തിൽ തൊട്ട് ക്രിയേറ്റിവിറ്റിയുടെ, ഇപ്പോൾ ജെയിൻ ജോസഫ് ക്രിയേറ്റിവിറ്റിയുടെ ഒരു തലത്തെ സംസാരിച്ചു, ക്രിയേറ്റീവും പ്രൊഡക്റ്റീവും തമ്മിലുള്ള ഒരു ഇത്. സീക്രട്ട് ഓഫ് ക്രിയേറ്റിവിറ്റിയാണ് 64 യോഗീനീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനുള്ളിൽ ആചാര്യന്മാർ ഒളിപ്പിച്ചു വെച്ചത്. അത് ഏറ്റവും അടിസ്ഥാന ഭാവമായിട്ടുള്ള സൃഷ്ടിയുടെ തലം, അത് സപ്തമാതൃക്കളായിട്ടും അഷ്ടമാതൃക്കളായിട്ടും നവമാതൃക്കളായിട്ടും 3 തലത്തിൽ പറയും. ആ അഷ്ടമാതൃക്കൾ എന്നുള്ളതിൽ നിന്ന് ആ അഷ്ടമാതൃക്കളുടെ സഹചാരികളായിട്ടുള്ള 8 ഉപദേവതകൾ കൂടി ചേർന്ന് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള നിലയ്ക്കാണ് 64 യോഗീനീസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ എല്ലാ ബേസായിട്ടുള്ള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട, ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഈ 64 എന്ന് പറയുന്ന നമ്പറിലാണ് ചെയ്യുന്നത്. 64 കലകൾ, 64 സിദ്ധപീഠങ്ങൾ, 64 പരമ്പരകൾ, അങ്ങനെയെല്ലാം അതിൻ്റെ ഒരു ബേസായിട്ട് 64 പറയുന്നത്. എന്നാൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടികൾ അനന്തമാണ്. ആ ഇൻഫിനിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് അത് 64,000 64 കോടിയായിട്ടുമൊക്കെ വിസ്തരിച്ചു പോകുന്നത്. അത് ശിവം എന്ന സ്വരൂപത്തിൽ ശക്തി എന്നുള്ള പ്രകാശം പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ വിമർശനമായിട്ടത് പടരുകയെന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഷയിൽ പറയും. അപ്പം തന്ത്രം, യോഗം, വേദം, അറിവ്, അങ്ങനെ വിഭിന്നമായിട്ടുള്ള ധാരകൾ, വിഭിന്നമായിട്ടുള്ള ദർശനമായിട്ടും ശാസ്ത്രമായിട്ടും ഒക്കെ ഭാരതം ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരുവിധം എല്ലാ ഭാവങ്ങളിലും ഈ യോഗിനി ഭാവം ഉണ്ട്. യോഗിനി എന്ന് പറയുന്നത് തന്നെ ഒരു തന്ത്രത്തിലെ മൂർത്തിയെയാണ്. വേദത്തിലാണെങ്കിൽ അത് ഡാഗിനി, ആ ഒരു രീതിയിലൊക്കെയാണ് വേദകാലഘട്ടത്തിൽ അതിനെ കുറച്ചുകൂടി ദേവതാതലത്തിൽ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന്
അഗ്നിപുരാണം അവിടം തൊട്ടാണ് ഈ 64 യോഗിനിമാരുടെ, വളരെ കുറച്ച് സ്ഥലങ്ങളിലെ അത് രൂപത്തിലുള്ളൂ. ഒറീസയിൽ, മധ്യപ്രദേശിൽ, വാരണാസിയിൽ ഒരു ചൗസത് യോഗിനി ഘാട്ട് ഉണ്ട്. ക്ഷേത്രമൊന്നുമില്ല, എല്ലാം നാമാവശേഷമായി. ആ സൂക്ഷ്മ രൂപം, അത് ഈ 8 എന്ന് പറയുന്നത് പല തലത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, മനോബുദ്ധി അഹങ്കാരങ്ങൾ, അത് ഈ 8 കൂടി ചേർന്ന് അതിൽ നിന്നാണ് എല്ലാ സൃഷ്ടിയും ഉണ്ടാകുന്നത്. പുറത്താണെങ്കിൽ ശിവമായിട്ടുള്ള പഞ്ചഭൂതങ്ങളും അവിടെ ശക്തിയായിട്ടുള്ള ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇത്തരം ഇവയുടെ ഈ സൂക്ഷ്മതത്വങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് സൃഷ്ടിയെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് ആ ക്രിയേറ്റിവിറ്റിയുടെ, സൃഷ്ടിയുടെ സീക്രട്ട് എന്താണ്, എങ്ങനെയാണ് ഇതുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 64 യോഗിനിമാർ എന്നുള്ള സങ്കല്പത്തെ ആചാര്യന്മാർ നമുക്ക് തന്നത്. അത് തന്നെ യോഗിനി ക്ഷേത്രങ്ങൾ എല്ലായിടത്തും പൂർണ്ണമായിട്ടുള്ള ഒരു വൃത്താകൃതിയിലാണ്. ചിലതൊക്കെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി, ചിലത് ഭാഗികമായിട്ട് തകർന്നു, എന്നാൽ പോലും പൂർണ്ണമായിട്ടും വൃത്താകൃതിയിലാണ്. അതും ഈ പ്രപഞ്ചത്തിൻ്റെ, നമ്മുടെ പൂർണ്ണതയുടെ എല്ലാം ആ ഒരു സങ്കല്പത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ്. ആ യോഗിനിമാരിൽ നിന്ന് കൂടുതൽ, അത് എപ്പോഴും ധ്യാനാവസ്ഥയിലാണ് ഋഷിമാർക്ക് ആ രൂപം വെളിപ്പെടുന്നത്. നമ്മുടെ എല്ലാ ദേവതാരൂപങ്ങളും ഓരോ എനർജിയുടെ പിക്ചോറിയൽ ഇൻ്റർപ്രിട്ടേഷനാണ്. ആ ഇൻ്റർപ്രിട്ടേഷൻ ഋഷിമാർക്ക് വെളിപ്പെടുന്നത് ആ എനർജിയെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എനർജി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് വരുന്നത്. ഇവിടെ കുറച്ച് നേരത്തെ എല്ലാ ചിത്രങ്ങളും കണ്ടു. മീനാജിയിൽ നിന്നുമായി സംസാരിച്ചതിൽ നിന്ന് ഈ ചിത്രങ്ങളെല്ലാം ഉടലെടുത്തതും മീനാജിയുടെ അത്തരത്തിലുള്ള ഒരു തപസ്സിൽ നിന്നാണ്, ഒരു ധ്യാനത്തിൽ നിന്നാണ് എന്നാണ് മനസ്സിലായത്. കാരണം നമ്മുടെ ശാസ്ത്രങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ധ്യാന ശ്ലോകം കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള മന്ത്രങ്ങൾ കൊണ്ടൊക്കെ രൂപത്തെ വർണ്ണിക്കും. അപ്പം അതൊരു ബേസ് ആയിട്ടുള്ള രൂപമാണ് അതിലൊക്കെ പറയുക. പക്ഷെ തന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഓരോ ആചാര്യന്മാർക്കും ഓരോ എനർജി ഫോംസിനെ കൂട്ടിക്കലർത്തി പുതിയ പുതിയ ദേവതകളെ, ദേവതാഭാവങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ ഈ 64 യോഗിനി ഭാവത്തിൽ കൂടെ, സൃഷ്ടിയുടെ സൂക്ഷ്മതത്വങ്ങളിൽ കൂടെ, ഇവിടെ ഒരു ഗുരു സാന്നിധ്യത്തെക്കുറിച്ചും ബീനാജി സംസാരിച്ചു. ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തിലൂടെ സഞ്ചരിച്ചതുകൊണ്ട് അങ്ങനെയുള്ള ധ്യാനാവസ്ഥിത മനസ്സിൽ ഉയർന്നു വന്ന ആ പ്രകൃതി ശക്തിയുടെ സൂക്ഷ്മ രൂപങ്ങളാണ് ഇവിടെ ദർശിക്കാൻ കഴിഞ്ഞത്. ഒരു ഋഷി പരമ്പരയുടെ തുടർച്ച പോലെ ദേവത ഉള്ളിൽ തെളിയുന്നതിന് വീണ്ടും നമ്മൾ സാക്ഷിയായിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ആധാരമായിരിക്കുന്ന എല്ലാ ശക്തികളും, ദേവതാ ചൈതന്യങ്ങളും നമ്മുടെ എല്ലാം സൃഷ്ടികളെ ഇതുപോലെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ഈ ധന്യനിമിഷത്തിൽ പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ഈ ദേവതാഭാവങ്ങളുടെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാൻ മീനാജിക്ക് ദേവതകളും ഗുരുപരമ്പരയും കരുത്തേകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഓം ശാന്തി ശാന്തി ശാന്തി.